ഹലോ ഗൈസ്, നമ്മുടെ വിസ്മയ മോഹൻലാൽ, അതായത് ലാലേട്ടന്റെ മകളുടെ തുടക്കം എന്നുള്ള സിനിമ ഇന്ന് റിലീസായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ സിനിമയിലേക്ക് വരാം. നമ്മുടെ 2018 എന്നുള്ള സിനിമയ്ക്ക് ശേഷം ജൂഡ് ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ എന്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സിനിമ അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ എടുത്ത് പറയാം, ഇതൊരു ക്ലീശ സ്റ്റോറിയാണ്. ക്ലീശ സ്റ്റോറി എന്ന് വെച്ചാൽ മലയാളത്തിലും തമിഴിലായിട്ട് നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള സിനിമകൾ കുറേ കണ്ടിട്ടുണ്ട്. ആ സെയിം ത്രെഡ് തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് നൈസായിട്ട് തിയേറ്ററിൽ നല്ല എൻഗേജ്ഡ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് എങ്ങനെ വേണമെങ്കിലും പോയിരുന്ന് കാണാം. പക്ഷേ എനിക്ക് ഇതിനകത്ത് തോന്നിയ ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമ്മുടെ കാട്ടാളം സിനിമയ്ക്കകത്ത് ഹനാൻഷയുടെ അവസ്ഥയാണ് നമ്മുടെ ഇതിനകത്ത് നമ്മുടെ ആന്റണി പെരുമ്പാവൂരിന്റെ മകന്റെ അവസ്ഥ. അതായത് പുള്ളിക്ക് അവസാനത്തെ സീൻസിൽ ഒന്ന് രണ്ട് ഡയലോഗ് അല്ലാണ്ട് പുള്ളിക്ക് ഇതിനകത്ത് ഡയലോഗും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ലാലേട്ടന്റെ ഒരു ഗസ്റ്റ് റോൾ ഉണ്ട്, സായ് കുമാർ ഉണ്ട്. കേസ് ഇപ്പം വിസ്മയ മോഹൻലാലിന്റെ ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു 15 മിനിറ്റ് കിടിലായിരുന്നു കേട്ടോ. അതായത് ആ ഇന്റർവ്യൂകളിലൊക്കെ കണ്ട ഒരു നെർവസ്നെസ്സോ അല്ലെങ്കിൽ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ഒരു പേടിയൊന്നും ആ ലാസ്റ്റ് 15 മിനിറ്റുള്ള ഒരു ഷൂട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല. അത് കിടിലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സിനിമ തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ്. പക്ഷേ ഇന്നേ വരെ കാണാത്ത ത്രെഡോ ഇന്നേ വരെ കാണാത്ത പെർഫോമൻസോ അല്ലെങ്കിൽ ഇന്നേ വരെ കാണാത്ത ട്വിസ്റ്റോ കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷ ആരും പോകാതിരിക്കുക. അതല്ല, നോർമൽ നല്ലൊരു സിനിമ കാണാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിട്ടോ. എന്റെ ഒരു ഒപ്പീനിയനിൽ എനിക്ക് സിനിമ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എന്റെ ഒരു ഒപ്പീനിയൻ. ഇനി നിങ്ങൾ ആരെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കാം. ഓക്കെ, ബൈ.